ഉറപ്പായിട്ടും സക്സസ് ആണല്ലോ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നത്. സക്സസ് ആണ് എല്ലാത്തിൻ്റെയും ഒരു പ്രധാന ഘടകം. നമുക്ക് ബോക്സ് ഓഫീസ് എത്രമാത്രം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നു, എത്രമാത്രം ആളുകൾ കാണുന്നു, എത്രമാത്രം ലാഭമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംഗതി. അപ്പം ഒരു പ്രൊഡ്യൂസറുടെ സന്തോഷം, അതർവൈസ് ഒരു ക്രിയേറ്ററുടെ സന്തോഷം എല്ലാം നമ്മളിലേക്ക് അത് പകർന്നു കിട്ടുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം. കാര്യം അത് ഇത്രയും ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കിക്കാണുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിനകത്ത് ഒരു വിജയം കണ്ടെത്തുക എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ അത് ഒരു ഭയങ്കര ഭാഗ്യം. അതിപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ, സംവിധാനത്തിൻ്റെ, മികച്ച അഭിനയ പ്രകടനത്തിൻ്റെ, സംഗീതത്തിൻ്റെ ഒരു മികവാർന്ന സമന്വയം ഉണ്ട് ആ സിനിമയിൽ. ഉറപ്പായിട്ടും ഉണ്ട്. ഇതിനൊക്കെ കോർത്തിണക്കുന്നത് അതിൻ്റെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്ത അതിൻ്റെ ഛായാഗ്രാഹകൻ എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, സിനിമയുടെ സ്ക്രിപ്റ്റ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, അതൊക്കെ ക്യാമറാമാൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു പുതിയ രാജുവായിട്ട് സംബന്ധിക്കുന്ന ഒരു രാജുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആക്ച്വലി ഇതിനകത്ത് വേറൊരു തരത്തിലായിരിക്കും ഉത്തരം വരിക. പക്ഷേ പൃഥ്വിരാജുമായിട്ട് ഞാൻ സഹകരിക്കുന്നത് സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമ മുതലാണ്. എത്രയോ കാലം മുമ്പുള്ളതാണ്. അതിനുശേഷം എത്രയോ പ്രോജക്ട്സ് ഞാനും രാജുമായിട്ട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു റാപ്പ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് മലയാള സിനിമയിൽ വർക്കാകുന്നതാണ്. അപ്പം ഒരുപാട് സിനിമകൾ, അങ്ങനെ ഒരു 100 ദിവസം ഓടിയ ഒരുപാട് സിനിമകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് മോണിറ്റർ മുന്നിട്ട് അത് ഇങ്ങനെ നോക്കിയാൽ ഐ നോ ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ പ്രോബ്ലം, ഓക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കംഫർട്ട് സോൺ എനിക്കും രാജുവിനും ഇടയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ കംഫർട്ടാണ് ഞാൻ രാജു വർക്ക് ചെയ്യുമ്പോൾ. അത് ഡയറക്ടർ സൈഡിൽ നിന്നാണ്. അതെ, ആക്ടേഴ്സിൻ്റെയും സ്ക്രിപ്റ്റിൻ്റെയും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ആ സിനിമയ്ക്ക്. ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണല്ലോ ആക്ടേഴ്സും ഒക്കെ വരികയും അതിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ആവുകയും ഓരോ രൂപങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും മുകളിൽ നിൽക്കപ്പെടേണ്ടത് ആക്ച്വലി ആ സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റും അത് എങ്ങനെയാണോ അത് ഉൾക്കൊണ്ട് ഒരാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സംവിധായകനും, അവർ രണ്ടുപേരും തന്നെ അതിൻ്റെ ഒരു മെയിൻ പാർട്ടെന്ന് പറയുന്നത്. നത്തിങ് എൽസ്. ഇപ്പം ഡെഫിനറ്റ്ലി അതിനപ്പുറത്തേക്ക് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മടങ്ങിനപ്പുറത്തേക്ക് ഒരു സാധനം തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മലയാള സിനിമയിൽ നിൽക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മലയാള സിനിമ എസ്പെഷ്യലി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലാൽ സാറിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുക, ഒന്ന് ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ അഭിനയിപ്പിക്കാൻ പറ്റുക, ക്യാമറ ചെയ്യാൻ പറ്റുക, കൂടെ ആർട്ട് ചെയ്യാൻ പറ്റുക, ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയാനുള്ളത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ കണ്ടു തുടങ്ങിയ മുതലാണ് സുജിത് വാസുദേവ് എന്ന ആളുടെ ഉള്ളിൽ സിനിമാ സ്വപ്നങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതാണ്. അന്ന് ആ സിനിമ ലാലേട്ടൻ ആദ്യമായി അഭിനയിച്ച സിനിമ, ഫാസിൽ സാർ ഡയറക്റ്റ് ചെയ്ത സിനിമ. ഇന്ന് ഈ ചിത്രത്തിൽ ഫാസിൽ സാർ ഒരു പള്ളിയിലച്ഛൻ്റെ രൂപത്തിലും ലാലേട്ടൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ശക്തനായ ക്യാരക്ടറുമായിട്ട് സുജിത് വാസുദേവിൻ്റെ ക്യാമറ ഫ്രെയിമിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ അതിലൊരു കാലത്തിൻ്റെ കയ്യൊപ്പുണ്ട് അല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അതൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. കാര്യം ഞാൻ സിനിമയിൽ വരണം എന്ന് എനിക്ക് താല്പര്യം തോന്നിയത് എന്തുകൊണ്ടാണ് തോന്നിയത് എനിക്കിപ്പോഴും അറിയില്ല. കാര്യം അത് ചിലപ്പോൾ അഭിനേതാവായിട്ട് വരണമെന്നായിരിക്കും, ചിലപ്പോൾ എല്ലായ്പ്പോഴും സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെയാണല്ലോ നമ്മൾ ആദ്യം ആവാഹിക്കുക. അപ്പം എല്ലാവർക്കും ആഗ്രഹം, ശരിക്കും സിനിമ കാണുമ്പോൾ സിനിമയോടുള്ള അഭിനിവേശം ആദ്യം തോന്നുന്നത് ഈ സ്ക്രീനിൽ ഞാനും ഇതുപോലൊന്ന് പെർഫോം ചെയ്യുന്നെങ്കിൽ എന്നായിരിക്കും. പക്ഷേ അതിൽ വിട്ടിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്. ടെക്നിക്കൽ സൈഡിന് കൂടെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം എനിവേ അന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന 2 കക്ഷികൾ, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വരാൻ കാരണക്കാരായ 2 കക്ഷികൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനത് അവരുടെ അടുത്ത് ഞാൻ 2 പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. എൻ്റെ 2 പേരുടെ അടുത്തും പറഞ്ഞ ഒരു